പാലക്കാട് തത്തമംഗലം GB UP സ്കൂളിലെ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ BJPയുടെ പ്രതിഷേധ മാർച്ച്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ആരോപിച്ചാണ് മാർച്ച്. ഗോകുൽ VS വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇതിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ BJP പ്രതിരോധത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. മാർച്ചിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ജനപങ്കാളിത്തമുണ്ടോ? ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? അല്ല, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതായത് ഈ പ്രധാനമായും ഇതിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, മന്ത്രിയുടെ പരാമർശം തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. വിഷയത്തിൽ ഇത്തരത്തിലുള്ളൊരു യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ഇതിന്റെ ആശങ്ക സ്വാഭാവികമായും ഈ പ്രദേശത്ത് ഇത് ഒരു തരത്തിലുള്ള സാമുദായിക പ്രശ്നമായി ഉടലെടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില്ലാതെയാക്കാൻ യഥാർത്ഥ പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ നല്ലേപ്പള്ളിയിലെ സ്കൂളിലുണ്ടായ സംഭവത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തുനിന്ന്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെയും PTA പ്രസിഡന്റിന്റെയും ഗൂഢാലോചനയാണ് ഈ സംഭവത്തിന് പിന്നിൽ. ഇത് ക്രിയേറ്റ് ചെയ്തൊരു പ്രശ്നമാണ്. ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അത്തരത്തിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഒരിക്കലും VHP പ്രവർത്തകർ പോകാൻ പാടില്ല എന്നുള്ളൊരു പരാമർശം കൂടി BJP നേതാവ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഈ വിഷയത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ ഇതൊരു ക്രിയേറ്റ് ചെയ്ത സംഭവം എന്നുള്ളൊരു ആരോപണമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, BJPയുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ. അവർ പറയുന്ന ഒരു ആവശ്യം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ പ്രതികൾ ആരാണ് അത് കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്.